ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട്. നമ്മുടെ ഓഷി കൊണ്ട് തന്നെ ശ്രീരാഗ സാമ്പാ ബിരിയാണി മസാല വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലെൻഡഡ് മസാലയിൽ ചെട്ടിനാട് ചിക്കൻ മസാല വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നമുക്ക് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വരൂ. നമുക്ക് ആദ്യം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബിരിയാണി മസാല അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു 900 ml വെള്ളം, അതായത് 4.5 ഗ്ലാസ് വെള്ളം, പിന്നെ നമുക്കൊരു 1/2 കിലോ ചിക്കൻ. പിന്നെ ഇത് നമ്മൾ ഒരു കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ സവാളയും മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്ത് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ആ ഒരു സവാള മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ ബിരിയാണി വേണ്ട, വെജിറ്റബിൾ ആണ് വേണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കന് പകരം അതിലേക്ക് ഒരു 750 ഗ്രാം നമ്മുടെ വെജിറ്റബിൾ ഏതെങ്കിലും ആഡ് ചെയ്താലായിട്ട് മതിയാവും. പക്ഷേ വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ റൈസും വെള്ളവും കൂടെ ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഓൾറെഡി മസാലയും അതുപോലെ തന്നെ ഉപ്പും അങ്ങനെ എല്ലാ കണ്ടൻസും നമുക്കതിലുണ്ട്. നമ്മൾ വേറൊന്നും അഡീഷണൽ അവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി കുക്കറിലേക്ക് ഞാൻ ഇപ്പോൾ ചിക്കൻ എടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അളന്ന് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളവും റൈസും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ നമുക്കതിൽ ഒഴിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. കറക്റ്റ് നമുക്ക് 3 വിസിൽ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലെ പ്രഷർ പോകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അതിൽ ഒരു വെള്ളമോ അതുപോലെ തന്നെ ഒന്നും അതിൽ എക്സ്ട്രാ ആയിട്ടുണ്ടാവില്ല. എല്ലാം കറക്റ്റായിരിക്കും നമ്മൾ ഈ പറയുന്ന അളവിൽ ആഡ് ചെയ്യുവാണെങ്കിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ നമ്മളതിൽ കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കേണ്ടൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മളുടെ മസാല പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു പാക്കറ്റ് മസാലപ്പൊടിയും ഇന്നൊരു പാക്കറ്റിൽ വന്നിട്ട് നമുക്ക് കോൾഡ് ടെമ്പറേച്ചർ പ്രോസസ്സിലൂടെ ഈർപ്പമെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി അടങ്ങുന്ന ഒരു പാക്കറ്റും ഉണ്ടാവും. പിന്നെ നമ്മളുടെ മസാല പാക്കറ്റിൻ്റെ പുറകിലായി തന്നെ അതിൻ്റെ റെസിപ്പിയും എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ സവാള, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ ഒരു 2 തക്കാളി, പിന്നെ മല്ലിയില, വേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നമുക്ക് ഒരു കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് വെള്ളം, അതായത് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ 2 ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 3.5 ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഏതിലാണോ കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിതിന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ കുക്കറിലിട്ട് ചെയ്തിട്ട് 3 വിസിൽ വരുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് തന്നെ തുറന്നു കഴിയുമ്പോൾ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് അതിനൊന്ന്
വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എനിക്കിങ്ങനെ നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അതിനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ മസാല നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ മസാലയൊക്കെ അടിയിൽ പോയിട്ട് പിടിക്കും അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും വേണം, അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 1/4 വേവാകുമ്പോൾ നമുക്കത് തുറന്ന് വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട് തിക്ക് ഗ്രേവി ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ചെട്ടിനാട് ചിക്കൻ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണിയും അതേപോലെ തന്നെ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിയും പിന്നെ നമ്മുടെ നാർക്കിൻ്റെ ഗാർലിക് പിക്കിളും കൂടിയായപ്പോൾ ആഹാ അടിപൊളി. ഇനി നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇനി ആർക്കെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഓഷിയോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. എന്നിട്ട് ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ.